الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على نبينا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ സ്നേഹനിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ ചെയ്തു പൂർത്തിയാക്കിയ റമദാനിലെ വ്യത്യസ്ത ആരാധനാ കർമ്മങ്ങൾ, നോമ്പ്, നിസ്കാരങ്ങൾ, ഖുർആൻ പാരായണം, സദഖ എല്ലാം പൂർണ്ണാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പൂർണ്ണമായും പൊറുക്കപ്പെടാൻ ഈ റമദാൻ ഒരു കാരണമാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇസ്ലാം ദീനിൻ്റെ അടിത്തറയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവാത്ത ഒരുവന് നീ എന്തൊക്കെ അമല് ചെയ്താലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യോഗ്യമല്ല, പരിഗണനീയമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിൻ്റെ ബേസ്മെൻ്റ് ആണ്. ഒന്നാമതൊരു മനുഷ്യൻ്റെ മേൽ നിർബന്ധമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ വിശ്വസിക്കാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഫദ്ല് അറിയിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി പറഞ്ഞത്. അപ്പോൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ മതി എന്നാണ് ഹദീസ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം, ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി മരണസമയം മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിനെയും കൊണ്ട് ഫിർഔന്റെ ആ രാജ്യത്തിൽ നിന്ന് വിട്ടുകടന്നു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൻ്റെ തീരത്തി കടലിൽ വടികൊണ്ട് അടിക്കാൻ പറഞ്ഞു. കടൽ രണ്ടായി പിളർന്നു. മൂസാ അലൈഹിസ്സലാം അതിലൂടെ യാത്ര ചെയ്തു പോയി. ഫിർഔനും സംഘവും പിന്നാലെ വന്നു. അവരും ആ വഴിയിൽ പ്രവേശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുക്കി നശിപ്പിച്ചു. ആ സമയത്ത് ഫിർഔൻ പറയുന്ന ഒരു വാക്കുണ്ട്, വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ ഫഅത്ബഅഹും ഫിർഔൻ വജുനൂദുഹു ബഗിയൻ വഅദ്വ ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്. അങ്ങനെ ഫിർഔനും സമൂഹവും എന്തായാലും മുങ്ങി നശിക്കും, ഇനി ഒരു രക്ഷയില്ല
എന്ന അവസ്ഥ മുന്നിൽ കണ്ടപ്പോൾ, ഹത്താ ഇദാ അദ്റകഹുൽ ഗറഖ്, മുങ്ങി നശിക്കൽ അവർ മുന്നിൽ കണ്ടപ്പോൾ, അവർ കണ്ടുമുട്ടിയപ്പോൾ, ഖാല അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീലിൽ വിശ്വസിച്ചതായ ഒരു ഇലാഹല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനായിരിക്കുന്നു എന്ന് ഫിർഔൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷെ ഫിർഔന് ആ പ്രഖ്യാപനം, ആ പറച്ചിൽ ഉപകാരം കൊണ്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ഹദീസിൽ പറഞ്ഞത്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അപ്പൊ ഈ രണ്ട് സംഭവങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വെറും നാവ് കൊണ്ടുള്ള പറച്ചിലല്ല അവിടുത്തെ ഉദ്ദേശം. ഇമാം വഹ്ബ് ബിൻ മുനബ്ബഹ് റഹിമഹുള്ളാഹയോട് ചോദിക്കപ്പെട്ടു, അലൈസ മിഫ്താഹുൽ ജന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിലേക്കുള്ള താക്കോലല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അപ്പോൾ ഇമാം പറഞ്ഞു, ബല, അതെ, വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാൻ, ഒരു താക്കോലും ഇല്ല അതിൻ്റെതായ പല്ലുകളില്ലാതെ. എല്ലാ പൂട്ടിനും ആ പൂട്ട് തുറക്കാൻ ആവശ്യമായ താക്കോലിന് അനുയോജ്യമായ പല്ലുകൾ, ആ ഷേപ്പിലാണ് താക്കോലുള്ളത്. ഫഇൻ ജിഅത ബിമിഫ്താഹിൻ ലഹു അസ്നാനുൻ ഫുതിഹ ലക വഇല്ലാ ലം യുഫ്തഹ് ലക്. അപ്പം നീ ഒരു പൂട്ടിനൊരു താക്കോൽ കൊണ്ടുവരുമ്പോൾ ആ പൂട്ടിന് യോജിച്ചതായ പല്ലുകളുള്ള ആ ഷേപ്പിലുള്ള താക്കോൽ കൊണ്ടുവന്നാൽ യഥാർത്ഥ താക്കോൽ കൊണ്ട് നിനക്കതുകൊണ്ട് മുറിക്കാൻ പറ്റും. പല്ലുകളില്ലാത്തൊരു താക്കോൽ കൊണ്ടാണെങ്കിൽ നിനക്കത് മുറിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. അഥവാ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന താക്കോലിന് ചില പല്ലുകളുണ്ട്. അതാണ് ശുറൂത്തുകൾ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനകൾ. അതിലേക്കാണ് ഇമാം വഹ്ബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹ് സൂചന നൽകിയത്, ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്കുള്ള നിബന്ധനകൾ. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹയോട് പറയപ്പെട്ടു, ഇന്ന നാസൻ യഖൂലൂൻ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ജനങ്ങൾ ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഅദ്ദ ഹഖ്ഖഹാ വഫർദഹാ ദഖലൽ ജന്ന, ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോ അതിൻ്റെ ഹഖും ഫർദും വീഡിയോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറും പറച്ചിലല്ല, മറിച്ച് അതിൻ്റെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള പറച്ചിലാണ് നമുക്ക് സ്വർഗം നേടിത്തരിക, നമുക്ക് നരകമോചനം നേടിത്തരിക. അള്ളാഹുവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ഇസ്ലാമിൻ്റെ ബൗണ്ടറിയുടെ ഉള്ളിൽ നമ്മൾ പെടാൻ ആ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും 7ഓളം നിബന്ധനകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദയ്ക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 7ഓളം നിബന്ധനകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയ്ക്ക്. പക്ഷെ പലരും ആ നിബന്ധനകളെക്കുറിച്ച് അത് എണ്ണി പഠിക്കുന്നതിൽ, അല്ലെങ്കിൽ അത് വേർതിരിച്ച് മനസ്സിലാക്കി അത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്, ഈ നിബന്ധനകൾ പാലിച്ചാൽ എന്നുള്ള ആ രൂപത്തിലുള്ള പഠനത്തിന് പലരും ശ്രദ്ധ കൊടുക്കാറില്ല. ഒരു വേള നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ, നിസ്കാരത്തിൻ്റെ ഫർളുകൾ കൃത്യമായി പഠിച്ചവർ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവില്ല. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ, നോമ്പിൻ്റെ ശുറൂത്തുകൾ, ആർക്കാണ് നോമ്പ് നിർബന്ധമാവും, ആർക്ക് നോമ്പ് അനുവദനീയമൊക്കെ അറിയുന്നവർ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ അതിൻ്റെ നിബന്ധനകളെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാക്കി വെക്കാറില്ല. എന്നാൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ ഒരുവൻ്റെ നോമ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായ ഒരുവൻ്റെ നിസ്കാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായവനോടാണ് സക്കാത്ത് വീടാനും ഹജ്ജ് ചെയ്യാനും ഒക്കെ ഉള്ള കൽപ്പനയുള്ളത്. നിസ്കാരവും നമുക്ക് അതിനുശേഷമാണ്. ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, ഇസ്ലാം പടുത്തുയർത്തപ്പെട്ട 5 കാര്യങ്ങളാണ്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ്.
അത് കഴിഞ്ഞ് അത് ശരിയായവനോടാണ് നിസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് അയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണല്ലോ, താങ്കൾ അഹ്ലി കിതാബ് ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് പോണ, ആദ്യം അവരെ ക്ഷണിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അതവർ അംഗീകരിച്ചാൽ രണ്ടാമത് പിന്നെ അവരെ ക്ഷണിക്കേണ്ടത് അവർക്ക് രാവും പകലുമായി 5 നേരം നിസ്കാരമുണ്ട്. അപ്പോൾ ഒന്നാമത്തെ റുക്കിന് ശരിയാക്കിയാൽ രണ്ടാമത്തെ റുക്കിനിലേക്ക് ആ നിസ്കാരം 5 നേരം നിസ്കാരം കൃത്യമായി വീടാൻ അവർ തയ്യാറാണോ, പിന്നെ സക്കാത്ത്, പിന്നെ റമദാനിലെ നോമ്പ്, പിന്നെ ഹജ്ജ്, അങ്ങനെ അതാണ് ഓർഡർ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അപ്പോൾ അതിൻ്റെ നിബന്ധനകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ്. നിസ്കാരത്തിനും സക്കാത്തിനും നോമ്പിനൊക്കെ പണ്ഡിതന്മാർ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. എവിടെ നിന്നാണ് അവർ പറഞ്ഞത്? എങ്ങനെ അവർക്ക് നിബന്ധനകൾ കിട്ടി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നിസ്കാരത്തിന് 14 നിബന്ധനകൾ, 1 ഇത് നിയ്യത്ത്, 2 ഇത്, അങ്ങനെ 3, 4 എന്ന് എണ്ണി പറഞ്ഞത് ഹദീസുകളിൽ നേരിട്ട് നമുക്ക് കാണാൻ കഴിയൂല. പക്ഷെ പണ്ഡിതന്മാർക്കെല്ലാം എനിക്ക് കണ്ടേന അവർ പറഞ്ഞതാണ് നിസ്കാരത്തിൻ്റെ നിബന്ധനകൾ. എവിടെ നിന്ന് കിട്ടി? ആയത്തിൽ നിന്ന് കിട്ടി, ഹദീസിൽ നിന്ന് കിട്ടി. ഇന്ന കാര്യം ചെയ്യാത്തവൻ്റെ നിസ്കാരം ശരിയാവില്ല എന്ന് പറയുന്നതോടുകൂടി ആ ഹദീസിൽ നിന്ന് ആ കാര്യം ചെയ്യുക എന്നുള്ള നിബന്ധനയെ പണ്ഡിതന്മാർ അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് നിന്ന് ഊരിയെടുത്ത്, അതൊന്ന് മനസ്സിലാക്കിയെടുത്ത് ജനങ്ങൾക്കത് പറഞ്ഞു കൊടുത്തു. ജനങ്ങൾക്ക് വിഷയം എളുപ്പമാകാൻ, കാര്യം പഠിക്കാൻ വേണ്ടി നീ നിബന്ധനകൾ 14 എണ്ണി പറഞ്ഞതാ പഠിച്ചോ. ആ നിബന്ധനകളുടെ ഓരോ നിബന്ധനയ്ക്കും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തെളിവുണ്ടാവും. സാധാരണക്കാർ പഠിക്കുമ്പോൾ ആ നിബന്ധനകൾ മാത്രം പഠിച്ചു പോകും എളുപ്പത്തിന്. നിബന്ധനകളൊക്കെയും ഒരു നിബന്ധനകൾ പോലും അവർ കൈന്നിട്ട് പറഞ്ഞതല്ല, മറിച്ച് പൂർണ്ണമായും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും അവർ മനസ്സിലാക്കിയെടുത്തതാണ്. അതിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്തതാണ് നിസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും നിബന്ധനകൾ. അതുപോലെ തന്നെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിംബാത്ത് ചെയ്ത് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തതാണ് ഈ 7 നിബന്ധനകൾ. ഖുർആൻ ഇതിൻ്റെ ഓരോ നിബന്ധനകൾക്കും ആയത്തിലെ തെളിവുണ്ട്, നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. ആ നിലയ്ക്ക് നിസ്കാരത്തിനും സക്കാത്തിനും നോമ്പിനും നിബന്ധനകൾക്ക് പണ്ഡിതന്മാരെടുത്ത അതേ ഉത്ഭവം മസ്ദറിൽ നിന്ന് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഈ 7 നിബന്ധനകൾക്കും പണ്ഡിതന്മാർ തെളിവെടുത്തത്. ഒന്നാമത്തെ നിബന്ധന, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ നിബന്ധന അൽ ഇൽം അൽ മുനാഫി ലിൽ ജഹൽ. അൽ ഇൽം അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അറിയിക്കുന്നൊരു കാര്യമുണ്ട്, ആ അറിവ് വേണം. ധാരാളം പറയുന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ അറിവില്ല. അതിനോട് വിപരീതമാണ് ജഹല്, അൽ മുനാഫിൽ ജഹൽ, ജഹലിനോട് എതിരായ അറിവ് വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് അറിയിക്കണത് അത് കൃത്യമായിട്ട് അറിയണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അപ്പൊ ലാ ഇലാഹ എന്നതിൽ പണ്ട് 2 റുക്കിനുണ്ടെന്ന് പറയും. 2 റുക്കിനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമയ്ക്ക് 2 റുക്കിൻ എന്ന് പറഞ്ഞാൽ 2 തൂണ്. ആ കെലിമയ്ക്ക് ഇപ്പൊ ഈ പള്ളിക്ക് ഈ 4 തൂണാണെങ്കിൽ അല്ലെങ്കിൽ 6 തൂണാണെങ്കിൽ ആ തൂണുകളാണ് ഈ പള്ളിയെ അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിനെ പിടിച്ചു നിർത്തുന്നത്. ആ തൂണിൽ ഒന്ന് പോയാൽ പള്ളിയെ മൊത്തം പോകും. പള്ളിയുടെ സ്ട്രക്ചറിൽ പെട്ട കാര്യമാണ്. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കെലിമയ്ക്ക് 2 ഭാഗം ഉണ്ടെന്ന് പറയും, 2 റുക്കിനുണ്ടെന്ന് പറയും. ഒന്ന് നഫി, ലാ ഇലാഹ എന്ന ഭാഗം അറിയിക്കുന്നത്, അഥവാ അള്ളാഹു ഒഴികെയുള്ള മുഴുവൻ കാര്യങ്ങളെയും ഇലാഹിയത്തിന് അർഹനല്ല എന്നുള്ള വിധത്തിൽ നിഷേധിക്കണം. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഇലാഹായിട്ട് അള്ളാഹു അല്ലാതെ ഒരാളുമില്ല, നിഷേധിക്കണം. പൂർണ്ണ നിഷേധമാണ്. ആരാധനകൾ, സൃഷ്ടികളുടെ ആരാധനകൾ അങ്ങോട്ട് സമർപ്പിക്കാൻ അർഹനായിട്ട് അള്ളാഹു അല്ലാതെ ഒരാളുമില്ല, പൂർണ്ണ നിഷേധമാണ്. അതാണ് നഫി എന്ന ലാ ഇലാഹ എന്ന ഒന്നാമത്തെ റുക്കിനെ അറിയിക്കുന്നത്. രണ്ടാമത്തത് ഇല്ലല്ലാഹ്, ഇസ്ബാത്ത്, അഥവാ അള്ളാഹുവിന് മാത്രമാണ് ആരാധനകൾ അർപ്പിക്കാൻ അർഹതയുള്ളൂ. അള്ളാഹ് അല്ലാത്ത ആരുമില്ല, അള്ളാഹു മാത്രം. ആ മാത്രത്തിനെ സ്ഥിരീകരിക്കുകയാണ്. ഇസ്ബാത്ത് എന്നതാണ് രണ്ടാമത്തെ റുക്കിന്. അപ്പൊ 1 ലാ ഇലാഹ, 2 ഇല്ലല്ലാഹ്. 1 നഫി, 1 ഇസ്ബാത്ത്. 1 നിഷേധം, 1 സ്ഥിരീകരണം. നിഷേധിക്കുന്നത് അള്ളാഹ് അല്ലാത്ത എല്ലാത്തിനെയും നിഷേധിക്കണം. സ്ഥിരീകരിക്കൽ
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം സ്ഥിരീകരിക്കണം. അതാണ് ഈ കലിമ. സൂറത്തു മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത് ഈ നിബന്ധനയ്ക്ക് തെളിവാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാര്യം അല്ലാഹ് അല്ലാതെ വേറൊരു ഇലാഹു ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ ഇൽമോട് കൂടി മരിച്ചാൽ അവന് സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആ ഒരു തേട്ടം മനസ്സിലാക്കാതെ, അറിവ് കൃത്യമായി മനസ്സിലാക്കാതെ ഒരാൾ ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ്റെ നിബന്ധന പൂർത്തിയായിട്ടില്ല, അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. അതിൻ്റെ അർത്ഥം അറിയാതെ, അതിൻ്റെ ആശയം അറിയാതെ, അതിൻ്റെ തേട്ടം ഉൾക്കൊള്ളാതെ അവൻ്റെ നാവ് കൊണ്ട് അവൻ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിപ്പോൾ ആർക്കും പറയാൻ കഴിയൂലേ? അതാർക്കും പറയാൻ കഴിയുമല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയിരുന്ന ആ എഴുത്ത് വായിക്കാൻ, മലയാളത്തിലാണെന്ന് എഴുതിയതെങ്കിൽ അത് വായിക്കാൻ കഴിയാത്ത ആരുമില്ല. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധന പൂർത്തിയാകാൻ അത് ഉപകരിക്കപ്പെടുന്ന രൂപത്തിൽ പറയാൻ അത് പോരാ. അതിൻ്റെ ഇൽമ അറിഞ്ഞുകൊണ്ട് അത് പറയണം. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ യഖീൻ. അൽ യഖീനുൽ മുനാഫി ലിശക്ക്. യഖീൻ വേണം, മുനാഫി ലിശക്ക്, ശക്കിനെ ഒഴിവാക്കണം. സംശയം ഇല്ലാത്ത രൂപത്തിലുള്ള യഖീൻ, സംശയത്തിൻ്റെ ഒരംശമില്ല, അങ്ങനത്തെ പൂർണ്ണ യഖീൻ വേണം. ഇൽമുള്ള എല്ലാവർക്കും യഖീൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇൽമുള്ള എല്ലാവർക്കും യഖീനുണ്ട്. യഖീൻ അതിൻ്റെ ആലാദർജ, ഉന്നതമായ പദവിയാണ്. അറിവ് ലഭിച്ചു തരും, പക്ഷെ ഉറപ്പുണ്ടാവില്ല ആ വിഷയത്തിൽ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയണം, അറിഞ്ഞതിൻ്റെ മേൽ നമുക്ക് ഉറപ്പ് വേണം, യഖീൻ വേണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും ഒരാൾ സാക്ഷ്യം വഹിച്ചു, എന്നാൽ അവൻ ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറു ശാക്കിൻ, ആ രണ്ട് കാര്യവുമായിട്ട് ഒരുവൻ അള്ളാഹിനെ കാണുന്നു. ഗൈറ ശാക്കിൻ, ഗൈറ ശാക്കിൻ, സംശയമില്ലാതെ യഖീനോടുകൂടി, ഫീഹിമ ഇല്ലാ ദഖലൽ ജന്ന, അങ്ങനെ ഒരുവൻ പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന്. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും റസൂലിലും വിശ്വസിച്ചവർ ആരാണ്? സുമ്മ ലം യർതബു, അള്ളാഹുവിലും റസൂലും വിശ്വസിച്ചും പിന്നെ സംശയിച്ചിട്ടില്ല. സുമ്മ ലം യർതബു, പിന്നെ അവരുടെ മനസ്സിന് ഒരു റൈബ്, ഒരു സംശയം പിടികിട്ടിയിട്ടില്ല, അവരാണ് മുഅ്മിനീങ്ങൾ. അപ്പം ഇൽമുള്ള എല്ലാവർക്കും യഖീൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് ആ കലിമ അറിയിക്കണം മനസ്സിലായി, അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹ ഇല്ല എന്നുള്ള ആ ഇൽമ ക്ലിയറായി, പക്ഷെ അതിൽ യഖീൻ ഇല്ല അവന്. പണ്ഡിതന്മാർ ഈ നിബന്ധന പൊളിഞ്ഞതിന്, ഈ നിബന്ധന നഷ്ടപ്പെട്ടതിന് ഉദാഹരണം പറഞ്ഞതാണ് മക്കയിലെ മുശ്രിക്കുകൾ. മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അറിവ് ലഭിച്ചു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിലൂടെ പ്രവാചകൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവർ നിഷേധിച്ചത്. ഒരല്ലാഹനെ നിഷേധിച്ചിട്ടില്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന അസ്തിത്വത്തെ അവർ അംഗീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എത്രയോ സ്ഥലത്ത് പറഞ്ഞതാണ്, വലൈൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖുലുന്ന അല്ലാഹ്. ആകാശഭൂമികളിലുള്ള സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു ആണെന്ന് പറയും. അതുപോലെ തന്നെ കടലിൽ ഒരു മുങ്ങി താഴും ഒരു രക്ഷയില്ലാന്ന് കണ്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു അല്ലാഹുവിനെ നിഷ്കളങ്കമായിട്ട് അല്ലാഹുവിനോട് അവർ പ്രാർത്ഥിക്കും. കരയിലെത്തിയാലോ ഫൈദാഹും യുശ്രിക്കൂൻ, അപ്പോൾ അവർ ശിർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അവർക്ക് അള്ളാഹുവിനെ പരിചയം ഉണ്ടായിരുന്നു, അള്ളാഹുവിനെ അറിയാമായിരുന്നു, അള്ളാഹു എന്ന അസ്തിത്വത്തിൽ അവർ വിശ്വസിച്ചിരുന്നു. പിന്നെ അവരെന്താണ് അവർക്ക് പറ്റാതിരുന്നത്? ആ അള്ളാഹുവിലേക്ക് മാത്രം ആരാധനകൾ അർപ്പിക്കണം, ആ അള്ളാഹുവിനോട് മാത്രമായി ആരാധനകളുടെ എല്ലാ ഇനങ്ങളും ചുരുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് അവരൊക്കെ അംഗീകരിക്കാൻ പറ്റിയില്ല. ആഖിറത്തിനെ അവർ നിഷേധിച്ചു, പരലോകത്തിനെ അവർ നിഷേധിച്ചു. അപ്പോൾ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ കൊണ്ടുള്ള ഇൽമ, അറിവ് അവർക്ക് ലഭിച്ചു. പക്ഷെ അതിലവർക്ക് യഖീൻ ഇല്ലാതായി, അവർക്ക് ആ വിഷയത്തിൽ യഖീൻ ഇല്ലാതായി. ഈ നിബന്ധന പൊളിഞ്ഞതിന് ആ കൂട്ടരെയാണ് പണ്ഡിതന്മാർ ഉദാഹരണം പറയുന്നത്. മൂന്നാമത് പണ്ഡിതന്മാർ പറയുന്ന ഒരു നിബന്ധനയാണ് അൽ ഖബൂൽ. അൽ ഖബൂൽ,
സ്വീകരിക്കൽ. ലാ ഇലാഹ ഇല്ലല്ലയെ കുറിച്ച് കൃത്യമായ അറിവ് ലഭിച്ചു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയിക്കണത്? അറിവുണ്ടായി. അറിഞ്ഞതിൽ യഖീനുമായി, ഉറപ്പാണ്, ഒരു സംശയമില്ല, പടച്ചോൻ തന്നെ ഇലാഹായിട്ടുള്ളൂ, അല്ലാഹ് അല്ലാത്ത ഒരു ഇലാഹും ഇല്ല, ഉറപ്പാണ്. പക്ഷേ കബൂലാക്കണില്ല, സ്വീകരിക്കണില്ല. ഞാൻ ആ കലിമ സ്വീകരിക്കൂല, ആ കലിമ അറിയിക്കണ മതത്തെ ഞാൻ സ്വീകരിക്കൂല. ഉറപ്പാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പറഞ്ഞ കാര്യം, ആശയം ഉറപ്പാണ്. പക്ഷെ സ്വീകരിക്കാൻ വയ്യ. പരിപൂർണമായി നമ്മൾ ആ കലിമയെ സ്വീകരിക്കണം. അത് സ്വീകരിക്കാതിരുന്നാൽ ആ നിബന്ധന പൊളിഞ്ഞു. ഇതിന് ഉദാഹരണം പറഞ്ഞതാണ് അബൂ ത്വാലിബ്. ആ നിബന്ധന പൊളിഞ്ഞതിന് ഉദാഹരണം പറഞ്ഞതാണ് പണ്ഡിതന്മാർ അബൂ ത്വാലിബിനെ. കാരണം അബൂ ത്വാലിബിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയായിരുന്നു. അവസാന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്തും പറഞ്ഞതാണല്ലോ. പക്ഷേ യഖീനായ ആ കലിമയെ കബൂലാക്കിയില്ല അബൂ ത്വാലിബ്, സ്വീകരിച്ചില്ല. ആ കലിമ അറിയിക്കണ മതത്തെ സ്വീകരിച്ചില്ല, പ്രവാചകനായി സ്വീകരിച്ചില്ല. അവ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവൂല. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം നടിക്കുമായിരുന്നു എന്ന്. അതുപോലെ സൂറത്ത് സുഖ്റുഫ് 43-ാമത്തെ സൂറത്തിന്റെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്ന വജദ്നാ ആബാഅനാ അലാ ഉമ്മത്തിൻ വ ഇന്നാ അലാ ആസാരിഹിം മുഖ്തദൂൻ. പ്രവാചകന്മാർ അവരുടെ സമൂഹത്തോട് പോയിട്ട് താക്കീത് ചെയ്യുമ്പോൾ അവരെന്താ പറയല്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞെടുക്കുമ്പോൾ അവരെ മറുപടി എന്താ? ഞങ്ങളുടെ പിതാക്കളെ ഒരു മാർഗത്തിൽ നിലകൊള്ളുന്നവരായി ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, തീർച്ചയായും ഞങ്ങൾ അവരുടെ കാൽപ്പാടുകൾ അനുഗമിക്കുന്നവരാകുന്നു, നമ്മളെ ഓരെ പിൻപറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അവർക്ക് മനസ്സിലായ ഒരു ഉറപ്പായിട്ടും അവർക്കത് സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. അപ്പോൾ സ്വീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ കുറിച്ച് കൃത്യമായ അറിവ് നേടണം. ആ അറിവിൽ ഉറപ്പ് വേണം. ആ ഉറപ്പായ അറിവിനെ നമ്മൾ സ്വീകരിക്കണം. ആ കലിമയെ സ്വീകരിക്കണം. ആ കലിമ അറിയിക്കുന്ന മതത്തെ സ്വീകരിക്കണം. അത് തേടുന്ന ആ കാര്യങ്ങളൊക്കെയും നമ്മൾ മനസ്സുകൊണ്ട് സ്വീകരിക്കണം എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 3-ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത്. 4-ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇൻഖിയാദുൽ മുനാഫി ലിത്തർക്ക്. അൽ ഇൻഖിയാദ്, കീഴൊതുങ്ങലാണ്. സ്വീകരിച്ചാൽ പോരാ, സ്വീകരിച്ചതിൻ്റെ മേൽ നമ്മൾ കീഴൊതുങ്ങണം. അറിഞ്ഞ് ഉറപ്പായി നമ്മൾ സ്വീകരിച്ചു, ആ ആശയം ഉൾക്കൊണ്ട മതം സ്വീകരിച്ചവൻ അത് പാലിക്കേണ്ട അതിൻ്റെ വിധിവിലക്കുകളോട് പൂർണ്ണമായും കീഴൊതുങ്ങി അത് ഉപേക്ഷിക്കാതെ, ആ മതത്തെ ഉപേക്ഷിക്കാതെ അവന് ജീവിച്ചു പോകാൻ പറ്റണം. അതിൽ കീഴൊതുങ്ങിയായിരിക്കണം അവൻ്റെ ജീവിതം അവൻ ചിട്ടപ്പെടുത്തേണ്ടത്. പരിപൂർണമായ ആ മതത്തെയും ആ മതം അറിയിക്കുന്ന കാര്യങ്ങളെയും അവൻ ഒഴിവാക്കുന്ന പക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മതം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ നിബന്ധന അവൻ്റെ വിഷയത്തിൽ പൊളിഞ്ഞു പോകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകരിക്കൂല. സൂറത്തു സുമർ 39-ാമത്തെ ആയത്തിൻ്റെ 54-ാമത്തെ ആയത്തിൽ 39-ാം സൂറത്തിൻ്റെ 54-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിതാവിലേക്ക് താഴ്മയോടെ മടങ്ങണം, അവന് കീഴ്പ്പെടുകയും ചെയ്യണം. വഅസ്ലിമൂ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾ കീഴ്പ്പെടണം. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിനുൻ. ആരെങ്കിലും സൽഗുണവാനായിക്കൊണ്ട് തൻ്റെ മുഖത്തെ അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുന്നതായാൽ, അപ്പം കീഴൊതുങ്ങുക എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ച ഹദീസിൽ കാണാലോ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ആരും വിശ്വാസിയാവൂല. ഹത്താ യകൂന ഹവാഹു, അവൻ്റെ ഹവ, അവൻ്റെ ദേഹേച്ഛ ആകുന്നത് വരെ, തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ എന്തൊന്നിനെ കൊണ്ടുവന്നോ ആ കൊണ്ടുവന്നതിന് മതമായി അല്ലെങ്കിൽ അതിനോട് അവൻ്റെ ഇച്ഛ യോജിക്കുന്നത് വരെ അവൻ വിശ്വാസിയാകൂലെന്ന്. വിശ്വാസിയാകൂലെന്ന് വെച്ചാൽ അവൻ്റെ വിശ്വാസം പൂർണ്ണമാകൂലെന്ന്. ലാ യുഅ്മിനു അൽ ഈമാൻ അൽ കാമിൽ, അവൻ്റെ ഈമാൻ പരിപൂർണ്ണമാവൂല. അവൻ്റെ ഈമാൻ പരിപൂർണ്ണമാവൂലാണ്. ഞാൻ കൊണ്ടുവന്നത് അവൻ്റെ ദേഹച്ചയോട് യോജിക്കണം. ഹദീസിൻ്റെ സനദിൻ്റെ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ ദുർബലത പറഞ്ഞവരുണ്ട് എങ്കിലും ഇതിൻ്റെ ആശയം സ്വഹീഹാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഹദീസിൻ്റെ
കണ്ടന്റ്, മത്തിനെ അറിയിക്കുന്ന ആശയം അത് സഹീഹാണ്. നമ്മുടെ ദേഹച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനോട് യോജിക്കണം. ഫഅഹ്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹഖൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ യഥാർത്ഥ ആൾക്കാർ യസ്തസ്ലിമൂന ലില്ലാഹി ഇൻഖിയാദൻ വതവാഇയതൻ വംതിസാലൻ ലിഅവാമിരിഹി, യഥാർത്ഥ ഹഖായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആൾക്കാർ അള്ളാഹുവിന് പരിപൂർണമായ അനുസരണത്തിൽ കീഴൊതുങ്ങിയവരാണ്, അള്ളാഹുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണ്. അതാണ് ഹക്കായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആൾക്കാർ എന്ന് പറയുന്നത് കാണാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുനാഫിക്കുകളിൽപ്പെട്ട ഒരാൾ, യഹൂദികളിൽപ്പെട്ട ഒരാളായിട്ട് തർക്കമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അവരുടെ ഒരു തർക്കം ഉണ്ടായാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടയിലാണ് ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോവേണ്ടത്, അതാണ് നിയമം. പക്ഷെ ഇവരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഈ മുനാഫിക്കായ മനുഷ്യൻ അറിയാം തൻ്റെ ഭാഗത്താണ് തെറ്റെന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഇതിൻ്റെ വിധികൽപ്പിനായിട്ട് പോയാൽ എനിക്ക് പ്രതികൂലമായിട്ട് വിധി വരുള്ളൂ എന്ന് കൃത്യമായ ധാരണ മുനാഫിക്കിനുണ്ട്. യഹൂദിക്കും അറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയാൽ എനിക്ക് നീതി ലഭിക്കും എന്ന്. അപ്പോൾ മുനാഫിക്ക് പറഞ്ഞു, നമുക്കിതിൻ്റെ വിധി കൽപ്പിക്കാൻ വേണ്ടി കഅബ് ബിൻ അഷ്റഫിനോട് പോകാമെന്ന് പറഞ്ഞു. യഹൂദികളുടെ നേതാവാണ് കഅബ് ബിൻ അഷ്റഫ്. കഅബ് ബിൻ അഷ്റഫിനോട് പോയാൽ നമ്മൾ വിധി തേടിയാൽ, കാരണം മുനാഫിക്കിനറിയാൻ കൈക്കൂലി വാങ്ങുന്ന ആളാണ് കഅബ് ബിൻ അഷ്റഫ്, നമ്മുടെ കാര്യം നടക്കും എന്ന നിലയ്ക്ക് കഅബ് ബിൻ അഷ്റഫിനോട് പോകാമെന്ന് മുനാഫിക്കായ മനുഷ്യൻ പറഞ്ഞു. യഹൂദി പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോകാമെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഒരു ആയത്ത്, ഈ ഒരു സംഭവം അവതരണ പശ്ചാത്തലമായി ഇറങ്ങിയ ഒരു ആയത്താണ് സൂറത്തു നിസാഇന്റെ 65-ാമത്തെ ആയത്ത്. ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, ഇല്ല, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം, അവർക്കിടയിൽ ഭിന്നതയുണ്ടായ കാര്യത്തിൽ അവർ നിന്നെ വിധികർത്താവാക്കുകയും നീ വിധി കൽപ്പിച്ചതിന് പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നതുവരെ അവർ വിശ്വസിക്കുകയില്ല എന്ന്. പല അവതരണ പശ്ചാത്തലം പറയുന്നുണ്ട് മുഫസ്സിരീങ്ങൾ, അതിലൊരു അവതരണ പശ്ചാത്തലമാണ് ഈ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? ആ മുനാഫിക്കായ മനുഷ്യൻ പരിപൂർണമായിട്ട് കീഴൊതുങ്ങിയിട്ടില്ല. ആ വിഷയത്തിൽ അള്ളാഹിൻ്റെ മതത്തിനോട് കീഴൊതുങ്ങാൻ, അള്ളാഹുവിൻ്റെ വിധി തൃപ്തിപ്പെടാൻ ഓന് കഴിഞ്ഞില്ല. ഓന് യഹൂദിയുടെ വിധിയിലേക്ക് പോയി അതിലേക്ക് തൃപ്തിയടയാൻ ഓൻ ശ്രമിച്ചു. അപ്പോൾ പരിപൂർണമായ കീഴൊതുക്കം അവിടെ നഷ്ടപ്പെട്ടു. പിന്നെ പണ്ഡിതന്മാർ ഈ ഒരു നിബന്ധന, ഈ ഇൻഖിയാദ് എന്ന് പറയുന്ന നിബന്ധന കീഴൊതുങ്ങാന്നാണല്ലോ, അത് എങ്ങനെയാണ് പൊളിയുക എന്ന് ചോദിച്ചാൽ മൊത്തത്തിൽ പണ്ഡിതന്മാർ മനസ്സിലാവാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഈ രണ്ടാലൊന്നിലൂടെ ആയിരിക്കും അധികവും ഇൻഖിയാദ് എന്ന നിബന്ധന പൊളിയ, നാലാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധന പൊളിയുന്നത്. ഒന്ന്, ഒരു മനുഷ്യനിൽ ശിർക്ക് സംഭവിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞു, യഖീനായി, അത് സ്വീകരിച്ചു, പക്ഷെ അവൻ ശിർക്ക് ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് അവൻ കീഴൊതുങ്ങിയിട്ടില്ല, ഇൻഖിയാദ് എന്ന നിബന്ധന പൊളിഞ്ഞു. അതല്ല എങ്കിൽ കീഴൊതുങ്ങുക എന്നതിൻ്റെ ഓപ്പോസിറ്റ്, വിപരീതം എന്താണ്? ഒഴിവാക്കലാണ്. പരിപൂർണമായി ഒഴിവാക്കി, മതത്തെ ഒഴിവാക്കി, മതത്തിൻ്റെ എല്ലാ കൽപ്പനകളെയും മതത്തിൻ്റെ എല്ലാ നിരോധനങ്ങളെയും ഒഴിവാക്കി. ഒന്നും ജീവിതത്തിൽ നിസ്കാരം ഇല്ല, നോമ്പില്ല, പള്ളിയായിട്ടൊരു ബന്ധമില്ല, എന്നാൽ നാവുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ മുസ്ലിമാണ്, ഞാൻ എല്ലാം അംഗീകരിക്കുന്നുണ്ടെന്നുകൊണ്ട് നാവ് കൊണ്ട് അവൻ പറയുന്നുണ്ട്, പ്രഖ്യാപനം നാവിലൂടെ ഉണ്ട്. പക്ഷെ ജീവിതത്തിൽ, അമലുകളിൽ, പ്രവർത്തനങ്ങളിൽ അതിൻ്റെ യാതൊരു അടയാളമില്ല. പരിപൂർണമായി മതത്തെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി, പരിപൂർണമായി മതത്തെ ജീവിതത്തിൽ നിന്ന്, മതത്തിൻ്റെ വിധിവിലക്കുകളെ പരിപൂർണമായി ഒഴിവാക്കി, അവഗണിച്ചു. അതാണ് ഇൻഖിയാദ് എന്ന നിബന്ധന പൊളിഞ്ഞതിനുള്ള ഉദാഹരണം. പിന്നെ ഒറ്റപ്പെട്ട വിഷയങ്ങളുണ്ടാവും. നിസ്കാരം, 5 നേരത്തെ നിസ്കാരം മനുഷ്യനെ ഒഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന നല്ലൊരു ഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് 5 നേരത്തെ നിസ്കാരം ഒഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്, അവൻ്റെ ദീന് പൊളിഞ്ഞു പോകുന്നതാണ് നിസ്കാരം അവൻ ഒഴിവാക്കിയാൽ. അങ്ങനെ പൊളിഞ്ഞു പോയാൽ പിന്നെ ഓരോട് സലാം പറയാൻ പറ്റൂല, ഓരോ മുസ്ലിങ്ങൾ കബറങ്ങണത്ത് കബറടക്കാൻ പറ്റൂല, മുസ്ലിം മക്കളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു അമുസ്ലിമിനോട് കാണിക്കുന്ന അതേ ഇടപാടാണ് പിന്നെ അവനോട് കാണിക്കേണ്ടി വരിക. അപ്പം അങ്ങനെ ഒരു കൂട്ടം പണ്ഡിതന്മാർ പറഞ്ഞതുണ്ട്. അപ്പോൾ
ഒറ്റപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പൊ നോമ്പിന്റെ വിഷയത്തിൽ റമദാൻ നോമ്പ് നിർബന്ധമല്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തോടു കൂടി തന്നെ ഇസ്ലാം എന്ന് പുറത്തുപോയി. റമദാനിലെ നോമ്പ് ഒരു മനുഷ്യൻ പിടിക്കാന്നുള്ളത് നിർബന്ധ ബാധ്യതയാണ്. ഒരു മുസ്ലിം അത് പിടിക്കണുണ്ട്, പക്ഷെ അവൻ്റെ മനസ്സിലെ വിശ്വാസം എന്താ? അത് നിർബന്ധമൊന്നുമില്ല, അത് വേണമെങ്കിൽ പിടിച്ചാൽ മതി എന്നാണെങ്കിൽ ആ വിശ്വാസം കൊണ്ട് തന്നെ ഇസ്ലാം തീരുന്ന് പുറത്തുപോയി. വിശ്വാസം ശരിയാണ്, നിർബന്ധമായിട്ട് പിടിക്കണം, എന്നിട്ട് മനഃപൂർവ്വം പിടിക്കാതിരുന്നാൽ അവൻ ചെയ്തത് ഹറാമാണ്. വൻപാപങ്ങളിൽ പെടുന്നൊരു പാപമാണ് അവൻ ചെയ്തത്, റമദാനിലെ നോമ്പ് ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അതുപോലുള്ള ഒറ്റപ്പെട്ട വിഷയങ്ങളിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിഞ്ഞു പോകും, ദീനിന്ന് പുറത്തു പോകും. എന്നാൽ മൊത്തത്തിൽ പറയുമ്പോൾ അൽ ഇൻഖിയാദ്, കീഴൊതുങ്ങുക എന്ന ഈ നിബന്ധന പൊളയുന്നത് അവൻ്റെ ദീൻ, അവൻ്റെ ജീവിതത്തിൽ നിന്ന്, അവൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് മൊത്തത്തിൽ ഒരു മനുഷ്യൻ ഒഴിവാക്കുമ്പോഴാണ് അവനിൽ നിന്ന് പൊളിഞ്ഞു പോകുന്നത്. അഞ്ചാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് അസ്സിദ്ഖ് അൽ മുനാഫി ലിൽ കദിബ്. അസ്സിദ്ഖ് സത്യസന്ധത. ഈ ആശയം സ്വീകരിച്ചതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതും സത്യസന്ധമായിട്ടാവണം, സിദ്ഖോടുകൂടി ആവണം. കാപട്യം ഉണ്ടാവാൻ പാടില്ല, കാപട്യം വരാൻ പാടില്ല. ഉള്ളിലൊന്നും പുറത്തു കയറുന്നു, ഉള്ളിലുള്ളത് പുറത്ത് കാണിക്കുന്നത് ഉള്ളിലില്ല. പുറത്ത് വിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ വിശ്വാസം ഇല്ല. അതാണ് നിഫാഖ്. നിഫാഖോടുകൂടി ആവരുത് അമലുകൾ ചെയ്യണത്, സിദ്ഖോടുകൂടി സത്യസന്ധതയോടുകൂടി ആവണം. അമലുകൾ ചെയ്യുന്നതല്ല, കലിമത്തിൻ്റെ പറച്ചിലാണ് നേരിട്ടുള്ള ഉദ്ദേശം, എന്നാൽ അതിനെ പിന്തുടർന്നുകൊണ്ട് അമലുകളും വരുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ നിബന്ധന ശരിയാവാൻ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ആ ഇസ്ലാം സ്വീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പറച്ചിൽ സിദ്ഖോടുകൂടിയാകണം, സത്യസന്ധമായോടുകൂടിയാകണം. വേറെ ഒരു ഉദ്ദേശം അതിൻ്റെ പിന്നിൽ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അല്ല എങ്കിൽ കപടതയോടുകൂടിയാണ് അവൻ പറഞ്ഞതെങ്കിൽ അവൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായിട്ടില്ല. പിന്നെ നിഫാഖിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ നിഫാഖിൻ്റെ വലിയ നിഫാഖും ചെറിയ നിഫാഖും വേർതിരിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. വലിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ അഖീദയിൽ അവൻ്റെ വിശ്വാസം, അവൻ പുറത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, ഉള്ളിൽ അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, അവൻ്റെ വിശ്വാസം ഇല്ല. പുറമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ പ്രഖ്യാപിക്കുന്നുണ്ട്, അവൻ ഇസ്ലാമിൽ നിന്ന് നേരെ പുറത്താണ്, കാഫിര്യങ്ങളെക്കാൾ അടിത്തട്ടിലാണ് നരകത്തിൽ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. മുനാഫിഖീങ്ങൾ നരകത്തിൽ ഏറ്റവും അടിത്തട്ടിലാണെന്ന് പറഞ്ഞത് അവരെ കുറിച്ചാണ്. വിശ്വാസം ഉള്ളിലുള്ളത് പുറത്തുള്ളതിനോട് എതിരായി, ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല. അതേസമയം നിഫാഖുൻ അസ്ഗർ, ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞാൽ അമലുകളിൽ വരുന്നതാണ്. അതാണ് ഹദീസിൽ കാണുന്നത്, വിശ്വസിച്ചാൽ ചതിക്കുക, പിന്നെ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക പോലുള്ള കാര്യങ്ങൾ. നിഫാഖിൻ്റെ ചെറിയ നിഫാഖ് എന്ന് പറഞ്ഞ അമലുകളിൽ വരണതിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിൻ്റെ നിബന്ധനകൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ അഞ്ചാമത്തെ നിബന്ധനയായ സിദ്ഖ് ആ കലിമ പറയുമ്പോഴുള്ളതാണ്. അതിലൂടെയാണല്ലോ ഇസ്ലാമിലേക്ക് വരുന്നത്. അപ്പോൾ ആ പറയുമ്പോഴുള്ള നിബന്ധന, അതിൻ്റെ ശേഷം ഈ പറഞ്ഞ രൂപത്തിൽ സംഭവിച്ചാൽ അവൻ്റെ അമലിന് പറഞ്ഞ നിഫാഖാണ്. അഖീദയിൽ സംഭവിച്ചാൽ അത് പൊളിയുകയും ചെയ്യും. അപ്പോൾ അത് പറയണത് സിദ്ഖോട് കൂടി ആവണം. ആ സിദ്ഖ് അവൻ നിലനിർത്തി മരണം വരെ കൊണ്ടുപോവുകയും ചെയ്യണം, ആ സത്യസന്ധത. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻകബൂത്തിന്റെ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അഹസിബൻ നാസു അൻ യത്രകു അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ പരീക്ഷണത്തിന് വിധേയരാകാതെ വിട്ടേക്കപ്പെടുമെന്ന് മനുഷ്യർ വിചാരിക്കുകയാണോ? വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹുല്ലദീന സ്വദഖു വലയഅലമന്നൽ കാദിബീൻ. അവരുടെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്, അപ്പോൾ സത്യം പറഞ്ഞവർ ആരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. കള്ളം പറയുന്നവർ ആരാണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയും, അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പ്രകടമാക്കും. ദുനിയാവിൽ ആരാണ് മുഅ്മിൻ, ആരാണ് മുനാഫിഖ് എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയും. പക്ഷെ അവരുടെ അമലുകളിലൂടെ, അവരുടെ ചെയ്തികളിലൂടെ ആ ഈമാനും നിഫാഖും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടമാക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. ആര് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് ഓൻ്റെ കൽബിന്ന് സിദ്ഖോടുകൂടി പറഞ്ഞാൽ, സിദ്ഖോടുകൂടി പറഞ്ഞാൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കാതെ ഇല്ല. എന്ന് വെച്ചാൽ നരകം ഹറാമാണ്,
സിദ്ഖോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന് നരകം ഹറാം. അങ്ങനെ സിദ്ഖോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നരകം ഹറാമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹ് നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നരകം ഹറാമാണെന്ന് പറഞ്ഞതിനെ 2 രൂപത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. സിദ്ഖോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നരകം ഹറാമാണല്ലോ, നരകത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ ഹറാമാണ് എന്നതാണ് ഒരു ഉദ്ദേശം. മറ്റൊരു ഉദ്ദേശം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അഖീദയ്ക്ക് കോട്ടം സംഭവിക്കാത്ത ജീവിച്ചു, പക്ഷെ ജീവിതത്തിൽ മറ്റ് കുറ്റങ്ങൾ അധികരിച്ചു പോയിട്ടുണ്ട് എങ്കിൽ ആ കുറ്റത്തിന് അർഹമായ ശിക്ഷ അനുഭവിക്കുന്നത് വരെ നരകത്തിൽ പ്രവേശിച്ചിട്ട് പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഇവിടെ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ എന്ന് പറഞ്ഞത് നരകത്തിൽ ഖുലൂദാവുന്നത്, നരകത്തിൽ നിത്യവാസിയാകുന്നതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയത്. അവൻ്റെ വിഷയത്തിൽ നരകത്തിൽ നിത്യവാസിയാകുന്നത് അവന് ഹറാമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖോടുകൂടി ഒരുവൻ പറഞ്ഞാൽ. 6ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇഖ്ലാസ് അൽ മുനാഫി ലിശ്ശിർക്കി വദ്ദിയാ. ഇഖ്ലാസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഇഖ്ലാസോടുകൂടി അള്ളാന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചിട്ടാണ്. ആ പറച്ചിൽ, ആ ഇസ്ലാം ദീനിലേക്ക് പ്രവേശിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പറച്ചിൽ അത് അള്ളാന്റെ വജ്ഹ്, മറ്റൊരു ലക്ഷ്യങ്ങളും മറ്റൊരു ഉദ്ദേശവും അതിൻ്റെ പിന്നിൽ ഉണ്ടാകാൻ പാടില്ല. ശിർക്ക് വരരുത്, റിയാ ഉണ്ടാകരുത്. പിന്നെ അമലുകൾ ഇഖ്ലാസോട് കൂടി തന്നെയാണ്, അത് ഇതിനെ പിന്തുടർന്ന് തേടപ്പെടുന്ന കാര്യമാണ്. പക്ഷെ ഇസ്ലാം ശരിയാകണമെങ്കിൽ ആ ഇസ്ലാം ശരിയാകാനുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പറച്ചിൽ ഓൻ ഇഖ്ലാസോട് കൂടി തന്നെയാകണം പറയേണ്ടത്. ഇവിടെ സിദ്ഖും ഇഖ്ലാസും പരസ്പരം പൂരകങ്ങളാണ്. സിദ്ഖുള്ളവനിലെ ഇഖ്ലാസ് ഉണ്ടാവും, ഇഖ്ലാസ് ഉള്ളവനിലെ സിദ്ഖ് ഉണ്ടാവും. എന്നാലും പണ്ഡിതന്മാർ വേർതിരിച്ച് പറഞ്ഞത് അതിൻ്റെ കൃത്യമായ ഒരു മാനദണ്ഡത്തിന്. ഇപ്പം സിദ്ഖിന് വിപരീതമായി നമ്മൾ പറയുന്നത് നിഫാഖാണ്, മുനാഫിഖാണ്. സിദ്ഖിൻ്റെ വിപരീതമായി നിൽക്കുന്നത്, ഇഖ്ലാസിൻ്റെ വിപരീതമായി നിൽക്കുന്നത് ഷിർക്കാണ്. മുഖ്ലിസിൻ്റെ വിപരീതമായി നിൽക്കുന്നത് മുശ്രിക്കാണ്. ഷിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇഖ്ലാസോട് കൂടിയാകണം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറച്ചിൽ, പിന്നെ അത് മരണം വരെയുള്ള നമ്മുടെ ജീവിതങ്ങളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബിശഫാഅതി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. അസ്അദുൻ നാസി ബിശഫാഅതി, എൻ്റെ ശുപാർശ കൊണ്ട് സൗഭാഗ്യവാനായവൻ ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിൽ നിന്ന് ഇഖ്ലാസോടുകൂടി പറഞ്ഞോ, അവനാണ് എൻ്റെ ശഫാഅത്ത് കൊണ്ട് സൗഭാഗ്യവാനാവുക നാളെ പരലോകത്തിൽ എന്ന് പറഞ്ഞു. വേറൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നല്ലാഹ ഖദ ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, പടച്ചോന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇഖ്ലാസ് വേണം. ഇഖ്ലാസിനെ പറ്റി പറയുമ്പോൾ ഇഖ്ലാസിൻ്റെ ആ ഒരു പദം പരിപൂർണമായിട്ട്, നിഷ്കളങ്കമായിട്ട്, നിഷ്കപടമായിട്ടുള്ള പരിപൂർണ ഇഖ്ലാസ്, പരിപൂർണമായി തനിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം പ്രതീക്ഷിക്കലാണ്. പണ്ഡിതന്മാർ അതിൻ്റെ ആ ഒരു കെലിമ, ആ ഒരു വാക്കറിയിക്കണ ആഴം, ആ ഇഖ്ലാസിൻ്റെ ആഴം അറിയിക്കാൻ വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞ്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഇന്ന ലക്കും ഫിൽ അനാമി ലഇബ്റ, നിങ്ങൾക്ക് നിങ്ങളുടെ നാൽക്കാലികളിൽ ഗുണപാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫി ബുത്തൂനിഹി മിൻ ബൈനി ഫർസിൻ വദമിൻ ലബനൻ ഖാലിസ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വയറിൽ നിന്ന് കുടിക്കാൻ തരെയാണ് പാല്. എങ്ങനെയാണ് തരുന്നത്? മിൻ ബൈനി ഫർസിൻ വദമിൻ, പാല് രക്തത്തിൻ്റെയും ചാണകത്തിൻ്റെയും ഇടയിൽ നിന്നാണ് പാല് വരുന്നത്, നമ്മൾ കറന്നെടുക്കുന്നത്. പക്ഷെ ആ പാല് എങ്ങനത്തെ പാലാണ്? ഖാലിസായ പാലാണ്. ആ പാല് കിട്ടുമ്പോൾ ആ പാലിൽ എന്തെങ്കിലും ചാണകത്തിൻ്റെ ഒരു അംശമോ രക്തത്തിൻ്റെ ഒരു അംശം ഉണ്ടാവോ? ഇല്ല. പാല് എത്രത്തോളം പ്യൂരിറ്റിയിലായിരിക്കും, എത്ര ക്ലിയറിലായിരിക്കും. അതാണ് അവിടെ ആ ഒരു ക്ലിയർനെസ്സിനെ, ആ ഒരു കൃത്യത, ആ ഒരു ശുദ്ധതയെ അറിയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച പ്രയോഗം ഖാലിസൻ എന്നാണ്. ഖാലിസൻ എന്നാണ്, അത്രയ്ക്ക് ക്ലിയർ ആയിട്ട്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി എന്ന് പറഞ്ഞല്ലോ. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, അതാണ് ഖാലിസ്. അത്ര നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, വേറെ ഒരാളെ അതിൽ പ്രതീക്ഷിക്കാതെ.
അങ്ങനെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനും അതിനോടനുബന്ധിച്ച പ്രവർത്തനങ്ങളും ചെയ്ത് ജീവിച്ചു പോകാൻ കഴിയണം. അതാണ് 6ാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത്. 7ാമത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ നിബന്ധനയായി പണ്ഡിതന്മാർ പറയുന്നത് അൽ മഹബ്ബ. അവസാനത്തെ നിബന്ധനയാണ് അൽ മഹബ്ബ അൽ മുനാഫിയത്തു ലിൽ ബുഗ്ദി വൽ കുർഹ്. ഇഷ്ടം വേണം ലാ ഇലാഹ ഇല്ലല്ലാഹുടെ. എടങ്ങേറായിട്ടല്ല ചെയ്യാനുള്ളത്, അങ്ങടുത്ത സത്യസന്ധമായ ഇഷ്ടം വേണം. വെറുപ്പിനോടും ദേഷ്യത്തോടും എതിരാകുന്ന ഇഷ്ടം അത് വേണം, നല്ല ഇഷ്ടം വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ് യഥാർത്ഥ ഇഷ്ടം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചവരെയും അള്ളാഹ് അറിയിച്ച ദീനിനെയും അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളെയും അള്ളാഹു അയച്ച പ്രവാചകന്മാരെയും ഒക്കെ ഇഷ്ടപ്പെടണം. അത് ലാ ഇലാഹ ഇല്ലല്ലാഹുടെ കലിമയുടെ നിബന്ധനകളിൽ പെട്ടതാണ് അൽ മഹബ്ബ, ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതിനോടെതിരായതാണ് വെറുപ്പ്, കോപം. താടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്, ചിലർക്ക് അതിനോട് വെറുപ്പാണ്, കോപമാണ്. ആ വെറുപ്പ് മതി, ആ കോപം മതി ഇസ്ലാം ദീന് പൊളിഞ്ഞു പോകാൻ. കാരണം അള്ളാഹ് വെച്ച മതത്തിന്റെ നിയമത്തിനോടാണ് അവന്റെ വെറുപ്പ്. മുമ്പൊരിക്കലും ഒരാള് പറയുന്നത് കേട്ടിട്ടുണ്ട്, സൗദിയിൽ മോഷ്ടിച്ചാൽ കൈ ഇറക്കും. അത് കുറച്ച് കടന്ന കൈയായിപ്പോയി, കുറച്ച് ഓവറായിപ്പോയി. കാരണം മോഷ്ടിക്കുന്നവരുടെ അവസ്ഥ പല നിലക്കുണ്ടാവും. അവര് മോഷ്ടിച്ചാൽ അതിൻ്റെ എന്താണെന്ന് കാരണം അറിയാതെ, അന്വേഷിക്കാതെ, അല്ലെങ്കിൽ മോഷ്ടിക്കുന്ന എല്ലാവരെയും ആ രൂപത്തിൽ അവരുടെ കൈ വെട്ടുക എന്നുള്ളത് ശരിയായ രീതിയല്ല. അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചുള്ള സംസാരം. മുസ്ലിം നാമധാരിയാണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, അവിടെ വെറുപ്പ് വന്നതോടെ ഇസ്ലാം ദീന് വെച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ മതത്തിന്റെ എന്തെങ്കിലും നിയമങ്ങളെയോ മതത്തിന്റെ എന്തെങ്കിലും ചിഹ്നങ്ങളെയോ വെറുപ്പ് വന്നാൽ, അതിനോട് വെറുപ്പ് തോന്നിക്കഴിഞ്ഞാൽ, ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ, ആ ദേഷ്യവും വെറുപ്പും മാത്രം കൊണ്ട് അവൻ്റെ ദീന് തന്നെ പൊളിഞ്ഞു. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യന് ഒരിക്കലും വെറുപ്പുണ്ടാവില്ല. അവന് അങ്ങേറ്റത്തെ സ്നേഹവും ഇഷ്ടവുമായിരിക്കും ദീനിനോട്, അള്ളാഹുവിനോട്, റസൂലിനോട്, ഖുർആനിനോട്, ദീനിൻ്റെ എല്ലാ കാര്യങ്ങളോടും അവന് ഇഷ്ടമായിരിക്കും. അവന് ഇഷ്ടമാണ് വേണ്ടത്, അങ്ങേറ്റത്തെ ഇഷ്ടമായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ഔസഖു ഉറൽ ഈമാൻ അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. ഈമാന്റെ ഭാഗങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ളത് അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി വെറുക്കലുമാണ്. അവന് ഇഷ്ടമുണ്ട്, അവൻ ഇഷ്ടപ്പെടാനുണ്ട്. അവൻ്റെ ഇഷ്ടത്തിന് കാരണം അള്ളാഹിൻ്റെ അടുത്തുള്ള ഇഷ്ടമാണ്. അള്ളാഹിൻ്റെ അടുത്തുള്ള ഇഷ്ടമാണ്. ഞാനൊരു മനുഷ്യനെ സ്നേഹിക്കുകയാണ്, അവൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടമാണ്. എന്താണ് കാരണം? അവൻ മുഅ്മിനാണ്, അവൻ അള്ളാഹുവിൽ വിശ്വസിച്ചവനാണ്, അവൻ നിസ്കരിക്കുന്നവനാണ്, അവൻ അള്ളാഹ് വെച്ച നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവനാണ്. എനിക്ക് അതുകൊണ്ട് ഇഷ്ടമാണ്. ആ അള്ളാഹിനെ അവൻ അനുസരിക്കണോണ്ട് എനിക്ക് തോന്നിയ ഇഷ്ടമാണ്. ഈമാന്റെ പേരിലുണ്ടായ സ്നേഹമാണ്. അതാണ് ഈമാന്റെ ഭാഗങ്ങളിൽ ഏറ്റവും ഉറപ്പുള്ളത്. ഈ ഹദീസിന്റെ സനദിലും പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആശയം സഹിയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ അത് ആരിൽ ഒരുമിച്ച് കൂടിയോ അത് മുഖേന അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു എന്നാണ്. 3 കാര്യങ്ങൾ. ഒന്നെന്താണ്? മൻ കാന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവും റസൂലുമാണ് അവൻ്റെ ജീവിതത്തിൽ മറ്റാരെക്കാളും അവൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിനെയാണ്, റസൂലിനെയാണ്. അതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തത് അവനൊരു മനുഷ്യനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ലാ യുഹിബ്ബുഹു, അവൻ സ്നേഹിക്കുന്നില്ല ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ അവൻ സ്നേഹിക്കണില്ല. അവൻ മനുഷ്യരെ സ്നേഹിക്കുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചാണ്, അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചാണ്, അള്ളാഹുവിന് വേണ്ടിയാണ് അവൻ സ്നേഹിക്കുന്നത്. മൂന്നാമത്തെ കാര്യം തീയില് അവനെ വലിച്ചെറിയുന്നതിനേക്കാൾ അവൻ കുഫ്രിലേക്ക് മടങ്ങുന്നതിന്, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയതിൻ്റെ ശേഷം
കുഫറിലേക്ക് അവൻ മടങ്ങുന്നതിനെ തീയിലേക്ക് അവനെ ഇട്ട് എറിയുന്നത് പോലെ അവൻ വെറുപ്പോടുകൂടി കാണാൻ. ഈ 3 കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം അവൻ ആസ്വദിച്ചു എന്നാണ്. അള്ളാഹുവും റസൂലും ആവുക ഏറ്റവും ഇഷ്ടം. അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നത് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതുകൊണ്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടം പ്രതീക്ഷിച്ചുകൊണ്ടും അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്നതുമാണ്. കാരണം റസൂലിനെ റസൂലാക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പം അതുപോലെ അള്ളാഹുവിൻ്റെ അടുത്താണ് സ്നേഹം, അള്ളാഹുവിൻ്റെ അടുത്ത് മാത്രമാണ് സ്നേഹം, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ് ജീവിതം. വേറെ ഒരു ലക്ഷ്യമില്ല, വേറെ ഒരു പ്രതീക്ഷയില്ല, അള്ളാഹു മാത്രം. ബാക്കിയൊക്കെ അതിനെ പിന്തുടർന്ന് വരുന്നതാണ്. അപ്പോഴാണ് യഥാർത്ഥ ഈമാൻ ആസ്വദിക്കാൻ പറ്റുന്നത് എന്ന് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഈ 7 കാര്യങ്ങളാണ് സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ നിബന്ധനയായി പറയുന്നത്. ഇത് പാലിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പറഞ്ഞത്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിൽ പ്രവേശിക്കും. ഒരു വേള അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ്റെ നാവ് കൊണ്ട് അവന് പറയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ആ മരണത്തിന് തൊട്ട് മുമ്പ് വരെയുള്ള അവൻ്റെ ജീവിതം ഈ നിബന്ധനകൾ പാലിച്ചു കൊണ്ടുള്ളതാണ് എങ്കിൽ അവൻ ദഖലൽ ജന്ന. അതാണ് ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഹറമഹുല്ലാഹു അലന്നാർ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കി എന്നാണ് ഈ ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ഇത് പാലിച്ചുകൊണ്ടുള്ള, ഇത് ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു തേട്ടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെ മുഅ്മിനീങ്ങളിൽ നിന്ന്, മുസ്ലിമീങ്ങളിൽ നിന്ന്, മുഹ്സിനീങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തേടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത് ഈ നിലയ്ക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും മേഘ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരൊറ്റ തവണ കൂടി ഓടിച്ച് ഞാൻ ആ നിബന്ധനകൾ പറയുകയാണ്. ഒന്നാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ അറിയിക്കുന്ന ആശയം കൃത്യമായി അറിയുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ ജീവിതത്തിൽ നിന്ന് നീക്കലാണ്. രണ്ടാമത്തെ നിബന്ധനയെ പണ്ഡിതന്മാർ പറഞ്ഞത് അൽ യഖീനാണ്. ആ അറിഞ്ഞതിൻ്റെ മേൽ പൂർണ്ണ ഉറപ്പുണ്ടാവുക എന്നുള്ളതാണ്. സംശയത്തിൻ്റെ ഒരു അംശം പോലും, സംശയത്തിന് ലവലേശം ബാക്കിയാവാത്ത രൂപത്തിൽ ഉറപ്പായി ആ അറിവിനെ ഉറപ്പാക്കുക, യഖീനാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ നിബന്ധന. മൂന്നാമത്തത് പണ്ഡിതന്മാർ പറഞ്ഞത് ആ ഉറപ്പായ അറിവിനെ സ്വീകരിക്കുക, അൽ ഖബൂൽ എന്നതാണ്. അതിനെ തള്ളിക്കളയാതെ, റദ്ദ് ചെയ്യാതെ പരിപൂർണമായി ഉറപ്പായ ഈ അറിവിനെ സ്വീകരിക്കുക, ആ അറിവ് അറിയിക്കുന്ന മതത്തെ മതമായി സ്വീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ നിബന്ധന. നാലാമതായി പറഞ്ഞത് ആ സ്വീകരിച്ച കലിമയെയും അത് അറിയിക്കുന്ന ആ മതത്തെയും അതിൽ കീഴൊതുങ്ങുക എന്നാണ്. പരിപൂർണമായി ആ മതത്തെ ഒഴിവാക്കാതെ ആ മതത്തെ പരിപൂർണമായി നമ്മൾ സ്വീകരിക്കുക, ഒരിക്കലും ഒഴിവാക്കരുത്. ആ മതം അറിയിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ ആ നിലയ്ക്ക് നിർബന്ധമായി ചെയ്യുക. നിർബന്ധമായി ചെയ്തിട്ടില്ലെങ്കിൽ ഈ മതം പൊളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് സംഭവിക്കുന്നതോടുകൂടി ഈ നിബന്ധന പൊളിഞ്ഞു പോകും. അപ്പം ആ രൂപത്തിൽ ഈ മതത്തിന്, ഈ കലിമ അറിയിക്കുന്ന ആശയങ്ങൾക്ക് കീഴൊതുങ്ങുക എന്നതാണ് നാലാമത്തെ നിബന്ധന. അഞ്ചാമത്തെ നിബന്ധനയായി പറഞ്ഞത് ഇതെല്ലാം സത്യസന്ധതയോടുകൂടി, സിദ്ഖോടുകൂടി ആവുക എന്നുള്ളതാണ്. ഒരു നിഫാഖിൻ്റെ ഒരു അംശം, ഒരു കദിബിൻ്റെ ഒരു അംശം അതിൽ വരാതെ പരിപൂർണമായും സത്യസന്ധതയോടുകൂടി ഇത് പറയുക എന്നുള്ളതാണ്. ആറാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് അൽ ഇഖ്ലാസ് ആണ്. നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട്, പരിപൂർണമായും അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അത് പറയുക, മരണം വരെ അതിൽ നിലനിന്ന് പോവാനും നമ്മൾ ശ്രദ്ധിക്കുക. ഏഴാമത്തെ നിബന്ധനയായി പണ്ഡിതന്മാർ പറഞ്ഞത് ആ കലിമയോടും ആ കലിമ അറിയിക്കുന്ന കാര്യങ്ങളോടും അള്ളാഹുവിനോടും റസൂലിനോടും അതിനോടനുബന്ധമായി വരുന്ന കാര്യങ്ങളോടെല്ലാം കൽബിൽ നിന്ന് ഇഷ്ടം തോന്നുക, മഹബത്ത് തോന്നുക, വെറുപ്പോ ദേഷ്യമോ ഒന്നും തോന്നാതിരിക്കുക എന്നുള്ളതാണ് ഏഴാമത്തെ നിബന്ധന. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അഹ്ലുകാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തും താബിഈങ്ങളും
നമ്മുടെ മുൻഗാമികൾ ഈ ഒരു പാതയിൽ എപ്രകാരം ജീവിതം കാഴ്ചവെച്ച് മരിച്ചുപോയോ അതുപോലെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കുമേകെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.